ദൃശ്യം എന്ന സിനിമ മലയാള സിനിമയെ തന്നെ ലോകം മുഴുവനും കൊണ്ടെത്തിച്ചു. നമുക്കറിയാം 2013 റിലീസ് ചെയ്ത ആ ഒരു ദൃശ്യം ഇന്ത്യയിൽ ഏതെല്ലാം ഭാഷകളിൽ റീമേക്ക് ചെയ്തെന്നും ഇത് ഇന്ത്യക്ക് പുറത്തുള്ള പല ഭാഷകളിലും റീമേക്ക് ചെയ്ത് ഒരു മലയാള സിനിമേനെ തന്നെ ഭയങ്കര അഭിമാനമായി മാറിയ ഒരു സിനിമ തന്നെയായിരുന്നു ദൃശ്യം. പിന്നീട് ദൃശ്യം 2 വന്നു. 2 ഒരു OTT റിലീസായിരുന്നു 2021. അതും നല്ല പേരെടുത്തു. അതും പല ഭാഷകളിലേക്കും റീമേക്ക് റൈറ്റ്സ് വിറ്റുപോയി ഡബ് ചെയ്ത് പല ഭാഷകളിലും ഇറങ്ങി. ഇപ്പോൾ ഈ അടുത്താണ് മെയ് 21 മോഹൻലാലിന്റെ ജന്മദിനം പ്രമാണിച്ചിട്ടാണ് ദൃശ്യം 3 റിലീസായത്. അത് ദൃശ്യം 3 റിലീസ് പലപ്പോഴായിട്ട് മാറി മാറി വന്നതാണ്. ഏപ്രിൽ 2 റിലീസ് ചെയ്യാനായിരുന്നു പ്ലാൻ. പിന്നീട് യുദ്ധം കാരണം അത് നീട്ടി മെയ് 21 ഇറങ്ങി. ശരിക്കും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ സിനിമ ദൃശ്യം 1ഉം 2ഉം വെച്ച് നോക്കുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും ആ സിനിമ പോരാ എന്ന് തന്നെയായിരുന്നു അഭിപ്രായം. ആ സിനിമ ഒന്നിന്റെയും രണ്ടിന്റെയും ഒരു സുഖം കിട്ടിയില്ല, അല്ലെങ്കിൽ വെറുതെ ഒരു മൂന്നാം ഭാഗത്തിന് വേണ്ടി ഒരു സിനിമ ചെയ്തു എന്ന് പറഞ്ഞ ആളുകളുണ്ട്. എന്നാൽ അത് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഒരു മിക്സഡ് ഒപ്പീനിയൻ ആയിരുന്നു ആ സിനിമയ്ക്ക്. പക്ഷെ അതൊന്നും ആ ഒരു സിനിമയുടെ വിജയത്തിനെ അല്ലെങ്കിൽ അതിന്റെ കളക്ഷനെ ബാധിച്ചില്ല. സിനിമ എന്തായാലും നല്ലോണം ഓടി, നല്ലവണ്ണം കളക്ട് ചെയ്തു. അത് ശരിക്കും അതിന്റെ ഒരു തന്ത്രം തന്നെയാണ് അവരുടെ ഒരു മാർക്കറ്റിംഗ്. അതായത് ദൃശ്യം എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസി സിനിമ കാണുന്ന ഏതൊരു മലയാളി, ദൃശ്യം 1ഉം 2ഉം കണ്ട ഏതൊരു മലയാളി ദൃശ്യം 3ഉം ഒരു തവണയെങ്കിലും തിയേറ്ററിൽ പോയി കാണുമെന്നുള്ളത് ഇവർക്ക് അറിയാം. ആന്റണി പെരുമ്പാവൂരായാലും ജിത്തു ജോസഫ് ആയാലും മോഹൻലാലായാലും ഒക്കെ ഒരു പക്ഷേ അവരുടെ ആ ഒരു തന്ത്രം തന്നെയാണ് ശരിക്കും ദൃശ്യം 3 സംഭവിച്ചതും ഇതുപോലെ തിയേറ്ററിലേക്ക് ആളുകളെ എത്തിക്കാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സീരീസ് ആയിരുന്നു, ഇപ്പൊ ജിത്തു ജോസഫ് മോഹൻലാൽ തന്നെ മറ്റൊരു സിനിമയായിരുന്നു ചെയ്തതെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഒരു മിക്സഡ് ഒപ്പീനിയൻ ആൾ കയറും എന്നുള്ളത്. എന്തായാലും കഴിഞ്ഞ ഒരു ദിവസം മോഹൻലാല് ഇവരെല്ലാവരും ഇതിനെ ദൃശ്യം ടീം ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിരുന്നു. ആ പോസ്റ്ററിൽ 330 കോടി രൂപ കളക്ഷൻ എന്നുള്ള രീതിയിലാണ്, അത് 330 CR എന്നും പറഞ്ഞാണ് പോസ്റ്റർ. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ 330 കോടി രൂപ തിയേറ്ററിൽ കളക്ട് ചെയ്തു ആ രീതി തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ എഴുതിയിട്ടുണ്ട് ഗ്രോസ് ആൻഡ് ബിസിനസ് എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് അതിന്റെ അടിയിൽ ഞാൻ മോഹൻലാൽ പോസ്റ്റ് ചെയ്തതിന്റെ അടിയിൽ കുറെ ഞാൻ കമന്റുകൾ കണ്ടു. മോഹൻലാലിനാണ് ജിത്തു ജോസഫിന്റെ മോഹൻലാലിനെ തോന്നുന്നു ഒരു പോസ്റ്റിന് കുറെ കമന്റ് വന്നു. കമന്റുകൾ സപ്പോർട്ട് ചെയ്ത കമന്റ് ഉണ്ട്, കൈയടിക്കുന്ന കമന്റ് ഉണ്ട്. എന്നാൽ കുറെ പേര് കളിയാക്കിയിട്ടുണ്ട്. എന്തിനാണ് ഈ തള്ളു ലാലേട്ട എന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഗ്രോസ് അല്ലെങ്കിൽ ബിസിനസ് ഇത് രണ്ടും കൂടിയാണോ ശരിക്കും അതിൽ എഴുതേണ്ടത് എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പൊ ഗ്രോസ് കളക്ഷൻ എന്താണെന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടോ എങ്കിൽ ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. ഒരു അത് ഒരു മൊത്തത്തിൽ ഉള്ള ഒരു കളക്ഷനാണ്, അതായത് വേൾഡ് വൈഡ് കളക്ഷൻ തന്നെയാണ് വേൾഡ് വൈഡ് ഗ്രോസ് എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ ഒരു സിനിമ 100 കോടി ഗ്രോസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ തിയേറ്റേഴ്സിലും കൂടി 100 കോടി, പുറത്തുനിന്നും കൂടി ചേർക്കുമ്പോഴാണ് വേൾഡിൽ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് വേൾഡ് വൈഡ് ഗ്രോസ് എന്ന് പറയുന്നത്. ഈ ഗ്രോസിന്റെ ഒരു ഷെയർ മാത്രമായിരിക്കും ഈ നിർമ്മാതാവിന് കിട്ടുന്നത്. അവിടെയാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നതിന്റെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ഇപ്പൊ എനിക്കും അതിലൊരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം 2 രീതിയിലാണ് ബിസിനസ്. ഒന്ന്, ഇപ്പോൾ ആ ഒരു സിനിമ അതിന്റെ റൈറ്റ്സ്, ഓവർസീസ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഔട്ട്റൈറ്റർ ആയിട്ട് ആളുകൾ മേടിക്കും. ഇപ്പൊ സപ്പോസ് മോഹൻലാലിന്റെ ഒരു സിനിമ 30 കോടി രൂപയ്ക്ക് ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ അവകാശവും 30 കോടി രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടുന്ന എല്ലാ കളക്ഷനും ആ വാങ്ങിയ ആളുകൾക്കാണ്, അത് ഇവിടെയുള്ള പ്രൊഡ്യൂസർക്കല്ല. പക്ഷെ ചിലത് പ്രോഫിറ്റ് ഷെയറിലായിരിക്കാം, ചിലത് കമ്മീഷൻ ബേസിലായിരിക്കാം. അതായത് ഔട്ട്റൈറ്റർ ആയിട്ട് ഒരാൾക്ക് വിൽക്കില്ല, പക്ഷെ അവർ വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ അത് എടുക്കുന്ന ആളുകൾ അതിന്റെ ഒരു ഷെയർ അവരുടെ ഒരു കമ്മീഷൻ എടുത്തിട്ടായിരിക്കും അവർ ഇങ്ങോട്ടുള്ള പ്രൊഡ്യൂസേഴ്സിന് പൈസ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല രീതികളുണ്ട്. ഇത് ഒരുപാട് രീതികളാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിലിവർ ബിസിനസ് എന്നും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു കാര്യമാണ്, നമുക്കറിയാം പനോരമ സ്റ്റുഡിയോസ്, ആശീർവാദ് സിനിമാസ്, ആന്റണി പെരുമ്പാവൂരാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. പനോരമ സ്റ്റുഡിയോസും പെൻ സ്റ്റുഡിയോസും, ഈ പനോരമ സ്റ്റുഡിയോസിനാണ് ഹിന്ദി, അവരാണ് ദൃശ്യം 2 ഹിന്ദി ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അവർ ഹിന്ദി റൈറ്റ്സ് അവർ ഓൾറെഡി അതിന്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഹിന്ദി അവരിപ്പോ തുടങ്ങി ആ സിനിമ, അത് ഒക്ടോബറിലാണ് റിലീസ് ആവാൻ പോകുന്നത്. അപ്പോൾ ഹിന്ദി റൈറ്റ്സ് ഇവർ വാങ്ങിയതിന്റെ കൂട്ടത്തിൽ ഇവർ ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മലയാളം ഷൂട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ മലയാളം സിനിമയും മുഴുവനായിട്ട് ഇവർ വാങ്ങി എന്നുള്ളതാണ്. അതൊരു വലിയൊരു തുകയ്ക്കാണ് വാങ്ങിയെന്നാണ്, അത് ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. പക്ഷെ പലപ്പോഴും പല സോഴ്സസിനും നമ്മൾ അറിഞ്ഞത് 160 കോടി രൂപയ്ക്ക് മുകളിലാണ് ആ സിനിമയുടെ ബഡ്ജറ്റ്. മോഹൻലാലിന്റെ പ്രതിഫലം മാറ്റി നിർത്തിയാൽ 16 കോടിയോ 17 കോടി രൂപയ്ക്കോ ആ സിനിമ തീർത്തു. അതായത് 16 കോടി 17 കോടിക്ക് സിനിമ തീർത്തിട്ട് ആന്റണി പെരുമ്പാവൂർ 160 കോടി രൂപയ്ക്കാണ് പനോരമ വാങ്ങിയെന്നുള്ളതാണ്. ആ ദൃശ്യത്തിന്റെ കേരളത്തിലെ
എല്ലാ റൈറ്റ്സും എനിക്കൊണ്ട് കേരളം മാത്രം മലയാള സിനിമയുടെ ഇന്ത്യക്കകത്ത് എല്ലാ ഷെയറും തിയേറ്റർ ഷെയറും പനോരമയ്ക്കാണ്. അതുപോലെ തന്നെ പനോരമയ്ക്കാണ് ഇതിന്റെ OTT ഒക്കെ വിൽക്കാനുള്ള അധികാരമുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ആമസോണാണ് അത് എടുത്തിരിക്കുന്നത്. അത് ഉടനെ ആമസോണിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ സാറ്റലൈറ്റ് ആണെങ്കിൽ എല്ലാം ഇനി പനോരമയുടെ കയ്യിലാണ് മലയാളം സിനിമയുടെ റൈറ്റ്സ് ഉള്ളത്. പക്ഷെ ഇതിന്റെ മറ്റ് ചില ഓവർസീസ് റൈറ്റ്സ് GCC രാജ്യങ്ങളെല്ലാം ആന്റണി പെരുമ്പാവൂരാണ് വേറെ ആർക്കോ കൊടുത്തിരിക്കുന്നത്. അത് ഫാർസ് ഫിലിംസ് ആണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പൊ ഈ 330 കോടി രൂപ ഗ്രോസ് ആൻഡ് ബിസിനസ് എന്ന് പറഞ്ഞത് ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതിന്റെ ഒരു കാരണവും അതിന്റെ അടിയിൽ കമന്റ് ഇട്ടിരിക്കുന്നത് ലോകയുടെ കളക്ഷനെ വെട്ടിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണോ എന്ന് ചോദിച്ച് ഒരു കമന്റ് കണ്ടു. അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ വേൾഡ് വൈഡ് ഇതുവരെയുള്ള മലയാള സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എടുക്കേണ്ടി വരും. ഇതുവരെയുള്ള മലയാള സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നമ്പർ 1 നിൽക്കുന്നത് ലോക തന്നെയാണ്. 302 കോടി രൂപയാണ്. അതായത് 300 കോടി രൂപ ഒരു മലയാള സിനിമ വേൾഡ് വൈഡ് കളക്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് ലോകയാണ്. അപ്പൊ ഇപ്പോ ഇവര് ദൃശ്യം 3 330 കോടി രൂപ എന്ന് എഴുതിയാൽ പെട്ടെന്ന് കാണുമ്പോൾ ആളുകളായിരിക്കും ലോകയുടെ കളക്ഷൻ ബ്രേക്ക് ചെയ്തു. പക്ഷെ ബിസിനസ്സും കൂടി ആഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞാൻ പറഞ്ഞത് എന്താണ് ആ ബിസിനസ് എന്ന് വ്യക്തമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ. ഇപ്പോ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലിസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ലിസ്റ്റ് അനുസരിച്ചിട്ട് ദൃശ്യം 3യുടെ കളക്ഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 240 കോടി 245 ആ റേഞ്ച് മാത്രമേ വേൾഡ് വൈഡ് ഗ്രോസ് ഉള്ളൂ. അപ്പൊ ഇവര് മറ്റ് ബിസിനസ്സും കൂടി ആഡ് ചെയ്തിട്ടാണ് 330 കോടി ഇവരത് പുറത്തുവിട്ടിരിക്കുന്നത്. ലോക കഴിഞ്ഞാൽ പിന്നെ എമ്പുരാനാണ് 265 കോടി, മഞ്ഞുമൽ ബോയ്സ് 240, വാഴ 2 236, ദൃശ്യം 3 235, പിന്നെ തുടരും 230. ഇത്രയാണ് 200 കോടി കടന്നത്. പിന്നെ 2018 175 കോടി, ആടുജീവിതം 156 കോടി, ആവേശം 156 കോടി, സർവമായ 150 കോടി. 150 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഏകദേശം 10ഓളം സിനിമകളാണ് ഇപ്പോൾ ലിസ്റ്റിലുള്ളത്. ഇത് വേൾഡ് വൈഡ് ഗ്രോസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ലോകയാണ് ഇപ്പോൾ 300 കോടി കടന്നിരിക്കുന്നത്. അപ്പൊ 300 കോടി എന്ന് പറഞ്ഞ് ഇവര് പരസ്യം ചെയ്തത് ലോകേനെ ബ്രേക്ക് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. ഇതിപ്പോ നമ്മൾ കേരള ഗ്രോസിന്റെ കാര്യം എടുത്താൽ കേരള ഗ്രോസിൽ നമ്പർ 1 നിൽക്കുന്നത് വാഴ 2 ആണ്. 129 കോടിക്ക് മുകളിലാണ്. ഏകദേശം 130 കോടി രൂപയാണ് വാഴ 2 കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. അതിന്റെ തൊട്ട് താഴെ ലോകയാണ് 122 കോടി, പിന്നെ തുടരും 118, പിന്നെ 2018 89 കോടി, ദൃശ്യം 3 ഇപ്പോൾ 86-87 കോടികളുടെ അടുത്ത് നിൽക്കണം. അത് ഓൾമോസ്റ്റ് ഒരു 90 ക്രോർസ് ഒക്കെ എത്തിയേക്കാം. ഇനിയിപ്പോ തിയേറ്ററിൽ ഈ OTTയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിയേറ്റർ പലയിടത്തും പിൻവലിക്കുമായിരിക്കും. പിന്നെ ആള് കയറില്ലല്ലോ. എമ്പുരാൻ 86 കോടി, പുലിമുരുകൻ 55 കോടി, ആടുജീവിതം 79 കോടി, സർവമായ 79, ആവേശം 76 കോടി. ഏകദേശം ഇങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും ഇപ്പോ ഇവര് ഇങ്ങനെ പരസ്യമൊക്കെ ചെയ്തിട്ട് ബിസിനസ്സും കൂടി ആഡ് ചെയ്തിട്ട് അതിലൊരു കളക്ഷൻ കാണിക്കുന്നത് വെറുതെ ആളുകൾ ട്രോളും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു ആവശ്യമില്ല. ജെന്യുവൻ ആയിട്ടുള്ള കളക്ഷൻ പുറത്തു വിടുക എന്നുള്ളതാണ്. എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാൽ തന്നെ ഒരു രാജാവാണ് എന്നുള്ളതിന് തെളിവാണ് ഈ മിക്സഡ് ഒപ്പീനിലും ദൃശ്യം 3ക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ഇടയിൽ മറ്റൊരു കമന്റ് ഞാൻ കണ്ടു, മമ്മൂട്ടിക്ക് 7 അയലത്ത് ഒരു കളക്ഷൻ ഇല്ല എന്നുള്ളത്. ശരിയാണ്, മമ്മൂട്ടിക്ക് ഒരു 100 കോടി കളക്ഷൻ പോലും ഇതുവരെ ഇല്ല. കണ്ണൂർ സ്കോഡും കളങ്കാവലും ഭീഷ്മപർവവും ഒക്കെ അത്യാവശ്യമുണ്ട്. പക്ഷെ അതൊന്നും 100 കോടിയിലേക്ക് മമ്മൂട്ടിക്ക് ഇതുവരെ എത്താൻ പറ്റിയിട്ടില്ല. മമ്മൂട്ടിയുടെ ആ ഒരു അത്തരത്തിലുള്ള സിനിമകൾ ഇനി സംഭവിക്കണം. അതിനനുസരിച്ചിട്ടുള്ള ഒപ്പീനിയൻ കിട്ടണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവാണ്. നിവിൻ പോളി ഒരു 2015-16 കാലഘട്ടങ്ങളിലൊക്കെ ഹിറ്റുകളൊക്കെ കൊടുത്ത് 19 ലവ് ആക്ഷൻ ഡ്രാമ ആണ് അവസാനമായിട്ട് കുഴപ്പമില്ലാതെ ഓടിയൊരു സിനിമ. അതിനുശേഷം നിവിൻ പോളിക്ക് ഒരു വിജയം കിട്ടിയിട്ടില്ല. മൂത്തോൻ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ പരാജയപ്പെട്ട ശേഷം തിയേറ്ററിൽ ഓടാതെ ശേഷം ഒരുപാട് ഡൗൺഫോൾസ് ആണ് നിവിൻ പോളിക്ക് ഉണ്ടായത്. നിവിൻ പോളിയുടെ ഇപ്പോഴും OTTയിൽ പോകാത്ത സിനിമകൾ വരെയുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടാണ് സർവ്വമായ എന്ന സിനിമയിലേക്ക് നിവിൻ പോളി തിരിച്ചു വന്നു. അതിലൂടെ തിരിച്ചു വന്നു. പക്ഷെ സർവ്വമായയ്ക്ക് ശേഷം ഇറങ്ങിയ ബേബികൾ അതിന് പ്രതിച്ചായാലും തിയേറ്ററിൽ വർക്കായില്ല. പക്ഷെ ഈ 2 സിനിമകളും സർവ്വമായയ്ക്ക് മുമ്പ് നിവിൻ പോളി കമ്മിറ്റ് ചെയ്ത സിനിമകളാണ്. ഇനി ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്ന പ്രേമലുവിന്റെ ഡയറക്ടറുടെ സിനിമയാണ് ഇനി ഇറങ്ങാൻ പോകുന്നത് നിവിൻ പോളിയുടെ. അത് ഓണത്തിനാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ആ ഒരു സിനിമ പ്രേമലും 100 കോടിക്ക് മുകളിലൊക്കെ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഗിരീഷ് ഷെഡി നല്ലൊരു ഫിലിം മേക്കറാണ്. ഇന്നത്തെ യൂത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ കഴിവുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു ഫിലിം മേക്കറാണ്. അതുകൊണ്ട് നിവിൻ പോളി ഒന്ന് ആഞ്ഞിറങ്ങിയാൽ ഇപ്പൊ സർവമായ അതങ്ങനെ ഒരു ഓള സിനിമയല്ല, ഒരു ആഘോഷ സിനിമയല്ല, ഒരു സത്യനന്ദിക്കാട് സിനിമ പോലത്തെ ഒരു സിനിമ സത്യനന്ദിക്കാടിന്റെ മകൻ ചെയ്തു. പക്ഷെ അതിൽ കുറച്ച് യൂത്തിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫാക്ടേഴ്സും ഉണ്ടായിരുന്നു. ഇനി കുടുംബ ബദ്ലഹേം യൂണിറ്റ് ഇതുപോലെ കളക്ഷൻ നേടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിവിൻ പോളിക്ക് ഒരു ആദ്യത്തെ 200 കോടി എന്തായാലും കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനി അതൊരു ഗംഭീര ഒപ്പീനിയൻ വന്നാൽ ചിലപ്പോൾ 300 കോടിയും അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നിവിൻ പോളിയുടെ ഒരു 300 കോടി പടം എന്ന രീതിയിലും കൂടി അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണ്.
എന്തായാലും ദൃശ്യം 3 ഇപ്പൊ അവരെന്തായാലും ബിസിനസ് വൈസ് 300 കോടി എത്തിച്ചു, അല്ലാതെ ഗ്രോസ് കളക്ഷൻ 300 കോടി എത്തിയിട്ടില്ല വേൾഡ് വൈഡ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതാണ് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇവർ ഇങ്ങനെ ബിസിനസ്സും കൂടി ആഡ് ചെയ്തിട്ട് ഇവര് കളക്ഷനെ ഇവരൊന്ന് പൊലിപ്പിച്ചത് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറയൂ.